നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശരിക്കും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റ് ബാങ്കിളാണ്. വളരെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിളാണ്. കാരണം ഇത് ഒരൊറ്റ ബാങ്കിൾ മതി കേട്ടോ നമുക്കിടാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി സിൽക്ക് ത്രെഡ് ഈ ഒരു തിക്നെസ്സിൽ, ഞാൻ ആ ഒരു തിക്നെസ് കാണിച്ചത് അതുകൊണ്ടാണ്. ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ, ആ ഒരു തിക്നെസ്സിൽ നമ്മളെടുത്ത് എഡ്ജ് കട്ട് ചെയ്ത് കുറച്ചൊരു ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ബിഗിനേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗം. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതുപോലെ നമ്മൾ കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിനെ ജസ്റ്റ് ഞാൻ ഈ ഗ്ലൂ ആദ്യമേ ത്രെഡിൽ അപ്ലൈ ചെയ്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ത്രെഡ് ഇളകി വരില്ല. അപ്പോൾ നമ്മളൊന്ന് ഫിക്സ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് അവിടെ നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ ആദ്യം അതിൽ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ത്രെഡ് നമ്മളെ കയ്യിലൊക്കെ ഇളകി വരാൻ, കാരണം സിൽക്കാണ് പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരും കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ഇളകി പോകുന്ന ഒരു ത്രെഡാണ് സിൽക്ക് എന്നുള്ള ഒരു ഇത് തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇത്രയും തിക്നെസ്സിൽ എടുത്താൽ മാത്രമേ നമ്മളിങ്ങനെ കവർ ചെയ്യുമ്പോൾ വളരെ ഫിനിഷിംഗ് ആയിട്ട് നല്ല നീറ്റായിട്ട് നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു തിക്നെസ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ നല്ല എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു ഭംഗിക്ക് കറക്റ്റ് ഒരു ഫിനിഷിംഗ് ഉണ്ടാകും. കാരണം ഇത് വെറുതെ സിമ്പിളായിട്ട് പ്ലെയിനായിട്ട് ഫുൾ കവർ ചെയ്തിട്ട് ഒരു പെൻഡൻറ്റ് വെച്ചിട്ടായാലും ഇത് ചെയ്യാം നമുക്ക്. ഫുൾ നമ്മൾ സ്റ്റോൺ ഒട്ടിച്ചില്ലേലും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഒത്തിരി പ്ലെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാങ്കിളാണ്. അപ്പോൾ നമ്മൾ കവർ ചെയ്യുന്നതിനാണ് ഒരു പ്രത്യേക കാര്യം. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ എന്താ പറയുക, ഈ ഇടയ്ക്ക് ഗ്യാപ്പ് എന്താ പറയുക വരുന്ന ഗ്യാപ്പില്ലാതെ തന്നെ നമ്മളത് ഫില്ല് ചെയ്യാൻ ശ്രമിക്കണം. അവസാനം ഇതുപോലെ നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവരുത് നമ്മൾ ചെയ്യുമ്പോൾ. ഈ ഗ്യാപ്പെല്ലാം നല്ല നീറ്റായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുരുട്ടിയെടുക്കരുത്, നമ്മൾ കുറച്ച് വിടർത്തി തന്നെ ഇത് ചെയ്യണം, കവർ ചെയ്യണം. എന്നിട്ട് അവസാനം വരുന്നത് അകത്തുനിന്ന് എടുക്കുക, കട്ട് ചെയ്തിട്ട് മേളിലോട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ അകത്തോട്ട് മാത്രമായിട്ട് വേണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ പുറത്ത് ഏറ്റവും ടോപ്പിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് നിർത്താം. എങ്ങനെയാണോ അത് നമ്മളുടെ ഇഷ്ടം. ഇതുപോലെ നന്നായിട്ട്. പിന്നെ ഞാൻ ഈ ഗ്ലൂ യൂസ് ചെയ്യുന്നത് ഇത് ഫാബ്രിക് ഗ്ലൂ ആണ്. ഇത് യൂസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മളവിടെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഗമ്മൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അത് പുറത്ത് കാണാൻ പറ്റില്ല. B7000 ആണെങ്കിൽ ഗ്ലൂ ഇങ്ങനെ പുറത്തിങ്ങനെ നമുക്ക് അറിയാൻ പറ്റും, അത് ഡ്രൈ ആയാലും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഇതിന് ഞാനിനി നമുക്ക് സെൻറ്ററിൽ ആ ഒരു ബ്രേസ്ലെറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പെൻഡൻറ്റ് വയ്ക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ക്ലിപ്പ് സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ക്ലിപ്പ് സ്റ്റോൺ എടുത്ത് OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ്. നമുക്ക് ഫെൽറ്റ് ഷീറ്റ് എടുക്കാം. നമുക്ക് ഫെൽറ്റ് ഷീറ്റ് അല്ല എങ്കിൽ നമുക്ക് നമ്മുടെ വാക്സ് സ്ട്രിപ്പ് എടുക്കാം. അതിലേക്ക് ഞാൻ സ്റ്റോൺ ചെയിൻ കവർ ചെയ്തെടുക്കുന്നു. ആ ക്ലിപ്പ് സ്റ്റോൺ കുറച്ച് വലുതാണ്. ഇത് ഇങ്ങനെ കുറച്ച് ഗ്യാപ്പിലാണ് കാണുന്നത്. കുറച്ച് ക്ലോസറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് നല്ല ഇച്ചിരി വലിപ്പമുള്ളതാണ്. 6x10 ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് ഞാൻ സ്റ്റോൺ ചെയിനാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോൺ ചെയിൻ കവർ ചെയ്തിട്ട് ആവശ്യത്തിനുള്ളതിന് ബാലൻസ് കട്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത് ഞാൻ കുന്തൻ സ്റ്റോണാണ്, റൗണ്ട് കുന്തൻ സ്റ്റോൺ വെച്ചിട്ടാണ് ബാക്കി ആ സൈഡൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണോ അത്രത്തോളം നമുക്കിനി ഇതിൻ്റെ സൈഡിൽ കുറച്ചുകൂടെ വീതി നമുക്ക് ആ ഒരു പാച്ചസിന് വേണമെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത് വേറൊരു ലെയറും കൂടെ കൊടുക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് ഈ പീകോക്ക് ബ്ലൂ ആവും. ഇത് ശരിക്കും ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പീകോക്ക് ബ്ലൂ ആണ്. ആ ഒരു പീകോക്ക് ബ്ലൂവിൻ്റെ തന്നെ നിങ്ങൾക്ക് സ്റ്റോൺ കൊടുക്കാം, അല്ലെങ്കിൽ 2 ലെയറൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒറ്റ ലെയർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം എടുത്ത് വേണമെങ്കിൽ അത്രത്തോളം. നമുക്ക് ഈ ഇതുപോലെ ചെയ്ത് വലിയ പെൻഡൻറ്റ് ചെയ്ത് മാലയ്ക്കൊക്കെ എടുക്കാം കേട്ടോ. പേള് വെച്ചിട്ട് മാലയൊക്കെ ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇതുപോലെ ഒരു നമ്മൾ ലെയർ ചെയ്ത് അത്രയും റൗണ്ട് ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതി പേസ്റ്റ് ചെയ്യുക. കൈ കൊണ്ടൊക്കെ നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളതിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമ്മുടെ ആ ഒരു എന്താ പറയുക സൈഡൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കാനാണ്. ഒന്ന് പുറത്തേക്ക് നിൽക്കാതെ നല്ല നീറ്റാക്കി ഒന്നെടുക്കാൻ വേണ്ടി സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പുറത്തേക്ക് എന്തെങ്കിലും കൂടുതലായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെന്ന് തോന്നിയെങ്കിൽ ഒന്ന് ജസ്റ്റ് ഉരുക്കി കൊടുത്താലും മതി. എനിക്കതിൻ്റെ ആവശ്യം വന്നില്ല, കാരണം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒരു സൈഡിൽ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബാങ്കിളിലേക്ക് നമ്മൾ ഇതെന്ത് ചെയ്യുക, പാച്ചസ് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇത് പാച്ചസ് ഇതിപ്പോൾ ഇത്ര വലിപ്പമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനേക്കാളിലും കുറച്ചുകൂടെ വീതിയോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെയർ കൂടെ എന്ത് ചെയ്യുക, സ്റ്റോൺ കൊടുക്കാം. അത് വേണമെങ്കിൽ ഇനി പീക്കോക്ക് നമ്മൾ എടുക്കുന്ന കളർ കൊടുക്കാം. പല കളർ ചെയ്യാൻ വേണമെങ്കിൽ ഒരു ലെയറോടെ സ്റ്റോൺ ചെയിൻ കൊടുക്കാം. അതാണ് പറയാൻ കണ്ടില്ലേ. ഇപ്പോൾ അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ, നമ്മൾ കാണുന്നതിനേക്കാളും അത്യാവശ്യം വലിപ്പം ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ലെയറോ വീണ്ടും ഒരു സ്റ്റോൺ ചെയിനോ ഒക്കെ കവർ ചെയ്ത് ചെയ്യാം. ഇനി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഗ്ലൂ അപ്ലൈ ചെയ്യുക, നമ്മുടെ സ്റ്റോൺസ് ഒട്ടിക്കുക. സ്റ്റോൺസ് ഞാൻ സ്ക്വയർ കുന്തനാണ് എടുത്തിരിക്കുന്നത്. ആ പീകോക്ക് ബ്ലൂവിൻ്റെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് മിക്സ് കളർ കൊടുക്കാം. ഇതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേസ്ലെറ്റ് ബാങ്കിളാകുമ്പോൾ സിമ്പിളായിട്ട് ഒറ്റ ലെയർ വന്നിട്ട് ജസ്റ്റ് ഈ ബാങ്കിൾ ഈ ഒരു പാച്ചസ് മാത്രം കൊടുത്ത് ഉപയോഗിക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ സ്റ്റോൺ ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പ്ലെയിനായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രം കൊടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാങ്കിളാണ് കേട്ടോ. ശരിക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്താ പറയുക,
പറയുക, ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട് ഈ ബാങ്കിൾ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും കേട്ടോ, ഒരു വാച്ച് പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കും. ഒത്തിരി പേര് എൻക്വയറി ഉള്ള ഒരു ഇതാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് മൂവിങ് ഉള്ള ഒരു സാധനമാണ് കേട്ടോ. ഇത് വളരെ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഇത് നമ്മൾ ഈ സ്റ്റോണൊക്കെ ഒട്ടിച്ചതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ബാങ്കിലൊക്കെ ഇളകി വരും. നമ്മൾ ഗ്ലൂവിലൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്തിരിക്കുന്നില്ല എങ്കിൽ പിന്നെ ഗ്യാപ്പില്ലാതെ നന്നായിട്ട് ചെയ്യുക. ഇനി ഈ സെയിം പ്രോസസ്സ് തന്നെയാണ്. കാരണം ഇതിൽ വേറെ ഡിസൈനോ വേറെ ഒന്നുമല്ല ചെയ്യുന്നത്. ജസ്റ്റ് ആ സ്റ്റോൺസ് എന്ത് ചെയ്യുക, ഒട്ടിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഈ സ്റ്റോണൊക്കെ ഒട്ടിക്കുന്ന ഫുള്ളിങ്ങനെ കാണിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ലോങ് വീഡിയോ ആയിപ്പോൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ്സിനകം എപ്പോഴും ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ചെയ്യുന്നത് പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്താൽ മതി. അതുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും കൈയൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ നമ്മൾ വെക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഷേപ്പോ ഒന്നും കാണത്തില്ല. അതിന് 2 സൈഡ് ഒരുപോലെ ആയിരിക്കാൻ, ഒരു ഗ്യാപ്പൊന്നും ഇല്ലാതെ ഒരേ ലെവലിലായിരിക്കാൻ വേണ്ടി നമ്മൾ കൈ കൊണ്ടൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി അവസാനം ആ ലാസ്റ്റ് ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഞെരുക്കി ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടൊരു സ്റ്റോൺ കൊടുത്ത് അങ്ങ് ഭയങ്കര ടൈറ്റാക്കി നിർത്തരുത് കേട്ടോ. അത് ചിലപ്പോൾ കാണാൻ വൃത്തികേടായിരിക്കും. എങ്കിൽ ഒരു ബീഡ് മാറ്റിയിട്ട് കുറച്ച് ഗ്യാപ്പായാലും കുഴപ്പമില്ല, അതിനെ നീറ്റായിട്ട് ചേർക്കുക. ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്യുകയാണ് ലാസ്റ്റ്. അപ്പോൾ നമുക്കവിടെ ചിലപ്പോൾ ഇനി അടുത്ത് ഒരു സ്റ്റോണേ വെക്കാൻ പറ്റില്ലെങ്കിൽ ഒരു സ്റ്റോൺ വെക്കുക, 2 വെക്കാൻ പറ്റിയില്ലെങ്കിൽ വെക്കരുത്. രണ്ടാമത്തെ കണ്ടില്ല ചെറിയൊരു ഗ്യാപ്പ്. അപ്പോൾ ആ ഗ്യാപ്പ് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തുള്ള ഇതൊക്കെ ആയിട്ടൊന്ന് ബാലൻസ് ചെയ്ത് ഇതുപോലെ നമ്മൾ ആ ഗ്യാപ്പൊക്കെ ഇല്ലാത്ത രീതിയിൽ സൈഡൊക്കെ ഒന്ന് നീറ്റാക്കി ചെയ്യുക. കാരണം അവിടെ വീണ്ടും നമ്മൾ ചെറിയ ഗ്യാപ്പിൽ കൊണ്ടുവന്ന് സ്റ്റോൺ കൊടുത്തു കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും. അതുകൊണ്ട് നോക്കി, ശരിക്കും വളരെ സിമ്പിളാണ് കേട്ടോ. വളരെ ഇത് കൂടുതലും ഒരു ബാങ്കിൾ, ഒരു കമ്മൽ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.